നമസ്തേ. അർജുനൻ്റെ ഒരു വലിയ ആശങ്ക, താൻ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും പിതാമഹന്മാരെയും ഒക്കെ യുദ്ധത്തിൽ കൊന്നാൽ അതിൻ്റെ പാപം താൻ ഏൽക്കേണ്ടി വരും. പാപമേൽക്കുന്ന താനും തൻ്റെ കുടുംബവും തൻ്റെ കുലവും എന്നേക്കും നരകത്തിൽ വസിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു. അതിനാണ് ഭഗവാൻ ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ടത് സുഖദുഃഖങ്ങളെയും ജയാപജയങ്ങളെയും ലാഭനഷ്ടങ്ങളെയും തുല്യമായി കണ്ടുകൊണ്ട്, അത് അങ്ങനെ ഏതു വന്നാലും അതിനെയൊക്കെ തുല്യമായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്താൽ പാപം ഏൽക്കുകയില്ല എന്നുള്ളതാണ്. അതിനാണ് യോഗബുദ്ധി എന്ന് പറയുന്നതും ആ യോഗബുദ്ധി അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയുന്നത് അതാണ് എന്നും ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയുണ്ടായി. ഇനി ആ കർമ്മയോഗം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഈ പറഞ്ഞത് തന്നെയാണ് രണ്ടും എല്ലാ ദ്വന്ദ്വാനുഭവങ്ങളെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ സ്വീകരിക്കുക, നേരിടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിന് കുറച്ചുകൂടെ വിശദീകരിച്ച് വളരെ ക്ലിപ്തമായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ് 2:47. ഇത് ഭഗവത്ഗീതയുടെ ഒരു ഹൃദയവാക്യമാണ് എന്ന്, അതായത് ഒരു പ്രധാന വാക്യം ആണ് എന്ന്, ഒരു പ്രധാന ശ്ലോകമാണെന്ന് നമുക്ക് പറയാം. സാരമാണ് അത്, ഗീതോപനിഷത്തിൻ്റെ സാരമാണിതെന്ന് നമുക്ക് പറയാം. എന്താണ് ആ ശ്ലോകം? 2:47 എന്താണ് പറയുന്നത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭുർ മാ തേ സംഗോസ്ത്വകർമ്മണി കർമ്മണ്യേവാധികാരസ്തേ. കർമ്മണിയായിരിക്കാനാണ് നിനക്ക് അധികാരം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാനാണ് നിനക്ക് അധികാരം. അതിലാണ് നിനക്ക് അധികാരം, കർമ്മം ചെയ്യുന്നതിലാണ് നിനക്ക് അധികാരം. മാ കർമ്മ ഫലേഷു കഥാചന, ഒരിക്കലും ഫലത്തിൽ ആ അധികാരം പ്രയോഗിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. എന്ന് മാത്രമല്ല, നീ കർമ്മം ചെയ്യുമ്പോൾ മാ കർമ്മ ഫലഹേതുർഭൂർ, ഫല ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കരുത്. നീ ഫലം ഇന്നതുപോലെ വരണമെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നതുപോലെ വരണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാകരുത് നീ കർമ്മം ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഫലം എങ്ങനെ വരുമെന്നുള്ളത് നിനക്ക് പറയാൻ പറ്റത്തില്ല. നിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ലത്. എന്നൊക്കെ കരുതി നീ കർമ്മം ചെയ്യാതെയും ഇരുന്നുകൂടാ. അതാണ് കർമ്മയോഗം. അതായത് കർമ്മണിയേവ അധികാരത്തെ, കർമ്മം ചെയ്യുന്നതിലാണ് നിനക്ക് അധികാരം. എന്ന് വെച്ചാൽ ഒരു കർമ്മം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്രത്തോളം ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട അധികാരം നിനക്കാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഈ ലോകത്ത്. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അത് ഈശാവാസ്യോപനിഷത്തിലും പറയുന്നുണ്ട്, കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം കർമ്മം ചെയ്യുന്ന എന്നുള്ളത്, ബാക്കിയുള്ളതെല്ലാം എങ്ങനെയുള്ളതാണ്? ബാക്കിയുള്ളതെല്ലാം നിന്റെ വകയല്ല, നിനക്ക് അധികാരം ചെലുത്താവുന്ന കാര്യങ്ങളല്ല. അതെല്ലാം ഈശാവാസ്യം, ഈശന്റെ സ്വത്താണത്, ഈശൻ വസിക്കുന്ന ഇടങ്ങളാണത്. അതിനൊന്നും നിനക്ക് കയറി കൈയടത്താൻ പറ്റത്തില്ല, നിനക്ക് അതിനൊന്നും എടുത്ത് കൈവച്ചേക്കാൻ പറ്റത്തില്ല. ഒന്നും പാടില്ല. അതുകൊണ്ടാണ് തേന തെക്തേന പൂഞ്ചെയ്താ എന്ന് പറയുന്നത്. നീ അതൊക്കെ ഇവിടെ ഇട്, നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അത് തന്നെയാണ് ഈ ഗീതയിലെ ഈ 2-ാം അധ്യായവും പിന്നെ കർമ്മയോഗം എന്ന് പറയുന്ന 3-ാം അധ്യായമൊക്കെ ഉണ്ട്. അതിലെല്ലാം ആവർത്തിച്ച് ഉപദേശിക്കുന്ന ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. കർമ്മണ്യേവ അധികാരസ്ഥ, നീ കർമ്മം എങ്ങനെ ചെയ്യണം, നിനക്ക് അതിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, വേറെ ഒന്നിലും നിനക്ക് അധികാരമില്ല. ഫലം എങ്ങനെ വരണമെന്ന് നിർബന്ധിക്കാനും നിനക്ക് അവകാശമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫലം ഉണ്ടാകുന്നത് നിന്റെ കർമ്മം കൊണ്ട് മാത്രമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്തിട്ട് ഞാനത് നേടി എന്നല്ല പറയേണ്ടത്, എന്ന് പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫലം ഉണ്ടാകുന്നത് അത് കർമ്മം ചെയ്യുന്നവൻ അതിലെ ഒരു കണ്ണി മാത്രമാണ്. അതൊരു സർക്കിളാണ്. ആ സർക്കിൾ നിന്റെ കർമ്മം കൊണ്ട് പൂർണ്ണമാകാം. പക്ഷെ നീ കർമ്മം ചെയ്താലും ചിലപ്പോൾ പൂർണ്ണമായെന്ന് വരത്തില്ല. അപ്പം കർമ്മ ഫലം ഉണ്ടാവത്തതുമില്ല. അപ്പം അതുകൊണ്ട് നിനക്ക് അങ്ങനെ ആ സർക്കിൾ പൂർത്തിയാക്കണമെങ്കിൽ നിന്റെ കർമ്മം എന്ന് പറയുന്നത് ഒരു ചെറിയ
ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കണ്ണികളെല്ലാം ഒത്തുചേർന്ന് വന്നാലേ ഒരു കർമ്മം, ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിനെന്ന് പറഞ്ഞാൽ ചിലപ്പം ഓക്സിജനും ഹൈഡ്രജനും അത് നിശ്ചിത അനുപാതത്തിൽ സംയോജിപ്പിച്ചാൽ വെള്ളമുണ്ടാകും. അപ്പം നമ്മളത് നിശ്ചിത അനുപാതത്തിലെടുത്തു അതിനെ യോജിപ്പിക്കുന്നു. അങ്ങനെ യോജിപ്പിച്ചാൽ വെള്ളം ഉണ്ടാവും. പക്ഷെ അത് ഇങ്ങനെ യോജിപ്പിക്കുന്നതിൻ്റെ മിടുക്കാണോ അത്? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നിശ്ചിത ടെമ്പറേച്ചറിലായിരിക്കണം, നിശ്ചിത മർദ്ദത്തിലായിരിക്കണം, നിശ്ചിത അളവിലുമായിരിക്കണം. എന്നു മാത്രമല്ല, ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ തമ്മിൽ സംയോജിച്ച് വെള്ളമായി തീരും എന്നുള്ളൊരു പ്രോപ്പർട്ടി ഇല്ലായിരുന്നെങ്കിൽ അതിനല്ലേ പ്രാഥമികമായിട്ട് ഉള്ള ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ആ പ്രോപ്പർട്ടിക്കാണ്. ആ പ്രോപ്പർട്ടി ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താലും എന്ത് വേണം, വെള്ളം ഉണ്ടാകത്തില്ല. അത് ഹൈഡ്രജനോ ഓക്സിജനോ ഇല്ലാത്ത രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ സംയോജിപ്പിച്ച് നിനക്ക് ഒരിക്കലും വെള്ളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് നീ ഓർത്തിരിക്കണം. അപ്പം അതുകൊണ്ട് നീ ഫലത്തിന്മേൽ അധികാരം പ്രയോഗിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഫലം പൂർണ്ണമായിട്ടും നിൻ്റേതല്ല, എല്ലാവരുടെയും കൂടെയാണ്. അപ്പം എല്ലാവർക്കുമായിട്ട് അതിന്മേൽ അവകാശമുണ്ട്. അത് നീ കൊടുത്തിരിക്കണം. അത് നീ കൊടുക്കുക എന്നുള്ളതല്ല, നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടുന്ന് എടുക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം ഈ ലോകത്തിനായിട്ട് സമർപ്പിക്കപ്പെടേണ്ടതാണ്. അത് നീ ചെയ്യണം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് പാപമേൽക്കത്തില്ല. നിനക്ക് നിന്റെ നിലനിൽപ്പിനും നിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളത് മാത്രം എടുക്കുക. അതാണ് മാ ഫലേഷു കഥാചന. ഒരിക്കലും നിനക്ക് ഫലത്തിന്മേൽ നീ ഉടനെ കവർന്നെടുത്തോണ്ട് പോരുത്. ഫലം മുഴുവൻ മാ ഫലേഷു കഥാചന. നിനക്ക് ഫലത്തിന്മേൽ ഒരിക്കലും അധികാരമില്ല. രണ്ട് രീതിയിൽ. ഒന്നെന്ന് പറഞ്ഞാൽ നിനക്കത് കവർന്നെടുക്കാൻ പാടില്ല, അധികാരമില്ല, നീ അത് കവർന്നെടുക്കാൻ പാടില്ല. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മാത്രം എടുക്കൊണ്ട്, നിന്റെ കർമ്മം കൊണ്ട് മാത്രമല്ല ഈ ഫലം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ന്യായീകരണം. അപ്പോൾ നീ അതെടുക്കാൻ പാടില്ല. മാ കർമ്മ ഫലഭേദുർഭൂർ. നീ കർമ്മം ചെയ്യുന്നത് ഈ ഫലം ഇങ്ങനെയൊക്കെ വരണം, നിനക്ക് നിയന്ത്രണമില്ലാത്ത ഒരു കാര്യം അതുപോലെ സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് നീ കർമ്മം ചെയ്യാൻ പോരുത്. അത് ഒരിക്കലും അരുത്. പിന്നെയോ മാ തേ സംഘോ അസ്തു അകർമ്മണി. ഞാൻ എത്ര ചെയ്താലും ഇങ്ങനൊന്നും വരണമെന്നില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്നും നീ പറയരുത്. കാരണം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യണം. നീ കർമ്മം ചെയ്തിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയാണ്. ഒന്നും ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നും ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തൊരു ശ്ലോകം കൂടെ കുറച്ചുകൂടെ ഇതിൻ്റെ പൂരിതമായിട്ടുള്ള അനുപൂരകമായിട്ടുള്ള വേറൊരു ശ്ലോകം കൂടെ. യോഗസ്ഥ കുരു കർമാണി. യോഗസ്ഥനായിരുന്നു കൊണ്ട് കുരു കർമാണി, കർമ്മങ്ങൾ ചെയ്യുക. സംഘം ത്യക്വാ ധനഞ്ജയ. ഹേ ധനഞ്ജയ, സംഘം ത്യജിക്കണം. എന്നിട്ട് നീ യോഗസ്ഥനായിട്ടിരുന്നുകൊണ്ട് കർമ്മം ചെയ്യണം. സിദ്ധി അസിദ്ധ്യവും സമോഭൂത്വ. അത് സിദ്ധി ഉണ്ടായാലും, നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സിദ്ധി ഉണ്ടായാലും സിദ്ധി ഉണ്ടായില്ലെങ്കിലും നീ അതിനെ രണ്ടിനെയും നീ സമമായിട്ട് കണ്ടുകൊണ്ട് ഒരു കാര്യം, എന്ത് റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ മറ്റത് നമ്മളുടെ കൺട്രോളിൽ പെട്ടതല്ല. അതുകൊണ്ട് അത് യഥാസമയം ഉണ്ടാകട്ടെ, രീതിയിൽ ഉണ്ടാകട്ടെ. ആ രീതിയിൽ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. നമ്മൾ അന്നേരം പാപത്തെ ബാധിക്കുന്നില്ല. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. സമത്വം യോഗ ഉച്ചത്. ഈ സമഭാവനയാണ് യോഗം എന്ന് പറയുന്നത്. ഈ സമഭാവനയോട് കൂടി വേണം നീ കർമ്മം ചെയ്യേണ്ടത്. ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. കർമ്മയോഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ കർമ്മനിർവഹണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശ്ലോകങ്ങൾ. അതായത് കർമ്മനിർവഹണത്തിൽ മനുഷ്യരെ നയിക്കുന്നതായിട്ടുള്ള, മനുഷ്യർക്ക് ഒരു പാത വെട്ടിത്തുറന്ന് നൽകുന്നതായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളാണിത്. ഒന്നുകൂടി അത് ഞാൻ ചൊല്ലാം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂർ മാ തേ സംഗോസ്തു അകർമ്മണി. അത് 2:47. ഇനി 2:48. യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്വാ ധനഞ്ജയ സിദ്ധ്യ അസിദ്ധ്യൗ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഈ രണ്ട് ശ്ലോകങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഭഗവാൻ പറയുന്നു,
ഈ യോഗബുദ്ധിയോടുകൂടി അല്ലാതെ നീ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അധമമായ കർമ്മങ്ങളാണ്, അപരമായ കർമ്മങ്ങളാണ്. അതൊക്കെ നിന്നെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. കാരണം ഈ കൃപണന്മാർ, മൂഢന്മാർ ഈ ഫലത്തെ ഉദ്ദേശിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അവർ ഇതുപോലെ നശിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദൂരേണഹി അപരം കർമ്മ, അതാണ് വളരെ നീ അധമമായിട്ടുള്ളതാണ്, അപരമായിട്ടുള്ളതാണ് കർമ്മം. ഈ കർമ്മം ഏത് കർമ്മം? ബുദ്ധിയോഗാ ധനഞ്ജയ, ബുദ്ധിയോഗത്തോട് കൂടാത്ത കർമ്മങ്ങൾ. അതാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. എന്താണ്? കർമ്മയോഗം, യോഗബുദ്ധിയോട് കൂടാത്ത കർമ്മങ്ങൾ, അത് അപരമായ കർമ്മങ്ങളാണ്. അതുകൊണ്ട് നീ ബുദ്ധവും ശരണമന്വിച്ച, യോഗബുദ്ധിയെ നീ ശരണം പ്രാപിക്കുക. കൃപണ ഫലഹേതവ, കൃപണന്മാർ എന്നുവെച്ചാൽ മൂഢന്മാർ, മടിയൻ, അവർ ഫലഹേതുകമായിട്ടാണ് ചെയ്യുന്നത്. നീ അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്താൽ എന്താ പറ്റുന്നത്? അത് നീ നിന്റെ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ പാപപുണ്യങ്ങളെയും നീ ഇവിടെ തന്നെ ഉപേക്ഷിക്കും. അതുകൊണ്ട് യോഗമാണ് കർമ്മത്തിൻ്റെ കൗശലം, കർമ്മങ്ങളെ കുശലമായ രീതിയിൽ ചെയ്യുന്നതിനുള്ള വാക്യം, ഒരു നിർദ്ദേശം, ഒരു ഉപദേശം. അതാണ് നമ്മൾ പ്രാപിക്കേണ്ടതായ ബുദ്ധി. അതാണ് ബുദ്ധിയുക്തോ ജഹാദീഹ ഉഫേ സുഹൃത ദുഷ്കൃതി തസ്മാത് യോഗായ യുജ്യസ്വ. യോഗം നീ പ്രാപിക്കണം, അതിനുവേണ്ടി നീ യത്നിക്കുക. യോഗ കർമ്മസു കൗശലം, കർമ്മങ്ങളിലെ കൗശലം, ബുദ്ധി, അതായത് സാമർഥ്യം എന്ന് പറയുന്നത് യോഗമാണ്. എന്തുകൊണ്ട് സാമർഥ്യം എന്ന് പറയുന്നു? കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പാപബന്ധിതരാക്കുകയില്ല. അതാണ്. ഇനി അങ്ങനെ യോഗത്തെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ചെയ്യണം. നിന്റെ ഈ ഉള്ളിലുള്ള മോഹ ചെളിക്കുണ്ടുണ്ടല്ലോ, കാമങ്ങളുടെ ചെളിക്കുണ്ട്, അത് നീ എടുത്ത് കളയണം. കാമങ്ങളിൽ നിന്ന് നീ വിമുക്തനാകണം. അപ്പോഴൊരു കാര്യം സംഭവിക്കും. അങ്ങനെ കാമങ്ങളില്ലാത്തപ്പോൾ, മോഹങ്ങളില്ലാത്തപ്പോൾ നീ വേദവാദരഥന്മാരുടെ പുഷ്പിത വാചകങ്ങൾ നിന്നെ ബാധിക്കത്തില്ല. അതാണ് പറയുന്നത്. അപ്പൊ നീ അതിൽ മതിച്ചാൽ നീ പിന്നെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകും. നീ വിചാരിക്കുന്ന പറഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് സുഖം കിട്ടുമെന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നിനക്ക് സുഖം കിട്ടാൻ പോകുന്നില്ല. അതിനേക്കാൾ വലിയ സുഖം, ഈ സുഖങ്ങൾ ഉൾപ്പെടെയുള്ള സുഖം നിനക്ക് യോഗബുദ്ധിയാൽ കിട്ടും. അതുകൊണ്ട് നീ യോഗബുദ്ധിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ അത് ഇവിടെ വിശദീകരിച്ച് പറയുകയാണ്. നീ അവരുടെ വാക്കുകൾ കേൾക്കാൻ പോരുത്. അവരുടെ വാക്കുകളിൽ നിന്ന് മുക്തനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം? നിന്റെ ബുദ്ധിയിൽ നിന്ന് ഈ കാമങ്ങളെയെല്ലാം ഒഴിവാക്കണം, മോഹങ്ങളെയെല്ലാം ഒഴിവാക്കണം. ഇതാണ്. എന്നിട്ട് അങ്ങനെ ഈ ഇവരുടെ വാക്കുകളോട്, അതായത് ശ്രുതി വിപ്രതിപന്ന, ശ്രുതികളോട് പ്രതിപത്തി എല്ലാം ഒഴിഞ്ഞ്, ശ്രുതികളോടുള്ള പ്രതിപത്തി എല്ലാം ഒഴിഞ്ഞ്, ശ്രുതികൾ എന്ന് പറഞ്ഞ വേദങ്ങളാണ്. വേദങ്ങളിൽ ഈ കർമ്മ അനുഷ്ഠാനങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന പൂജ ചെയ്യണം, ഇന്ന യജ്ഞം ചെയ്യണം, ഇന്ന യാഗം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെയൊക്കെ വിടുക. അതിലൊക്കെ നിനക്ക് വിപ്രതിപത്തി വരുമ്പോൾ, എന്നിട്ട് നിന്റെ ബുദ്ധി അചലമായിട്ട് നിൽക്കുമ്പോൾ നീ യോഗത്തെ പ്രാപിക്കുക. അപ്പോഴാണ് നീ യോഗത്തെ പ്രാപിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിന്റെ മനസ്സിലുള്ള കാമങ്ങളെല്ലാം എടുത്ത് കളയണം. ആ കാമങ്ങൾ എടുത്ത് കളയുമ്പോൾ നീ ഈ വേദവാദരഥന്മാരായിട്ടുള്ളവരുടെ മനോഹരമായ ആകർഷണീയമായിട്ടുള്ള വാക്കുകളുടെ പിന്നാലെ പോവില്ല. അങ്ങനെ ആ പിന്നാലെ പോകാത്ത ഒരവസ്ഥ നിനക്ക് വരുമ്പോൾ നിന്റെ ബുദ്ധി അചലമായിട്ട് നിൽക്കും. അപ്പോഴാണ് നിനക്ക് യോഗത്തെ പ്രാപിക്കാൻ പറ്റുക. ഇതാണ് യോഗബുദ്ധി നേടാനുള്ള വഴി. അപ്പോൾ ഈ അചലമായ ബുദ്ധിയെ പ്രാപിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ഈ യോഗത്തെ പ്രാപിക്കാനുള്ള മാർഗം തെളിയുന്നത്. അപ്പൊ അത് അർജുനൻ ചോദിക്കുകയാണ്, എന്താണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ ആരാണ്? അയാളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അയാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ അർജുനൻ ചോദിക്കും. അതായത് സ്ഥിതപ്രജ്ഞന് അചല ബുദ്ധിയുള്ളവൻ, ചാഞ്ചല്യമില്ലാത്ത ബുദ്ധിയോട് കൂടിയവൻ. അവൻ്റെ രീതികൾ എന്തൊക്കെയാണ്? അവൻ എങ്ങനെയാണ് എല്ലാം വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഈ സ്ഥിതപ്രജ്ഞനെ ഡിഫൈൻ ചെയ്യുകയാണ് കൃഷ്ണൻ.
അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ വിശദീകരിക്കണം. അതാണ് കാമങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയവനാണ് സ്ഥിതപ്രജ്ഞൻ. അവൻ തന്നിൽ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുന്നു. അവൻ വേറെ ഏതെങ്കിലും വേണമെന്നുള്ള, വേറെ ഏതെങ്കിലും ഭൗതിക സുഖങ്ങളോടുള്ള ആർത്തിയില്ല. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ, മനസ്സിൽ കടന്നു ഇരിക്കുന്നതായിട്ടുള്ള എല്ലാ കാമങ്ങളെയും എപ്പോഴാണോ ഒരാൾ പ്രജഹാതി എല്ലാം ഉപേക്ഷിക്കുന്നത്, എന്നിട്ട് തന്നെ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുന്നത്, അയാളെ സ്ഥിതപ്രജ്ഞെന്ന് വിളിക്കുന്നു. അയാൾ എന്ത് ചെയ്യണം? അയാൾ ദുഃഖങ്ങളിൽ ഉദ്വിഗ്നമാനസനാകുന്നില്ല. അയാൾ ക്ഷോഭിച്ച മനസ്സോടുകൂടി മനസ്സുള്ളവനായി തീരുന്നില്ല ദുഃഖങ്ങളിൽ. അതുപോലെ സുഖങ്ങളിൽ വലിയ സന്തോഷപ്രകടനം നടത്തുന്നില്ല. അതിലും അയാൾ മനഃചാഞ്ചല്യം ഉണ്ടാകാതെ നിൽക്കുന്നു. അപ്പോൾ അയാൾ രാഗഭയ ക്രോധങ്ങളെയെല്ലാം ഉപേക്ഷിച്ച അയാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗത സ്പൃഹ വീതരാഗ ഭയക്രോധക സ്ഥിതധീർമുനിരുച്യതേ. ഇനി അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ കാമങ്ങളെല്ലാം എടുത്ത് നിനക്ക് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ ആദ്യം നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ നിനക്കത് പറ്റത്തില്ല. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം, ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം? അത് കൂർമ്മം. അത് ആമ തൻ്റെ അംഗങ്ങളെ, കാലുകളെയും കൈകളെയൊക്കെ ഉള്ളിലേക്ക് വലിച്ചു സ്വസ്ഥമായിട്ടിരിക്കുന്നത് പോലെ നിന്റെ ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയാർത്ഥങ്ങളിൽ, ശബ്ദസ്പർശ രൂപരസങ്ങളാണ് ഇന്ദ്രിയാർത്ഥങ്ങൾ, അതിൽ നിന്ന് പിൻവലിച്ച് സ്വസ്ഥമായിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമാവുകയുള്ളൂ, സ്ഥിതപ്രജ്ഞനാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിനക്ക് യോഗം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ദോഷം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ വളരെ വിവേകിയായിട്ടുള്ള ഒരാൾക്ക് പോലും യഥദോഹി അപ്പി കൗന്ദയ പുരുഷസ്യ വിപശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി, ഇളകിയ ഇന്ദ്രിയങ്ങൾ അത് അവയാളുടെ മനസ്സിനെ ശക്തമായി വലിച്ചു കൊണ്ടുപോകും. ഈ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ എവര് നമ്മുടെ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകും, എങ്ങോട്ടൊന്നില്ലാതൊക്കെ വലിച്ചുകൊണ്ട് പോകും. അതായത് ഈ ഒരു കാറ്റിൽപ്പെട്ട നൗകയെപ്പോലെ എങ്ങോട്ടെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കുക. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ നിനക്ക് സ്ഥിതപ്രജ്ഞനാകാൻ പറ്റത്തുള്ളൂ. സ്ഥിതപ്രജ്ഞനാണെങ്കിൽ നിനക്ക് യോഗ ബുദ്ധി ഉണ്ടാവുകയുള്ളൂ, യോഗപ്രതിഷ്ഠിതനാകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നീ നശിച്ചു പോകും. ഇതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നശിക്കുന്നത്? അതായത് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അതെന്ന് പറയുക, ഇതുകളിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ നിയന്ത്രണത്തിലൊന്നും നിൽക്കത്തില്ല. ധ്യായതോ വിഷയാൻ പുംസക, വിഷയങ്ങൾ, അതായത് വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. അതാണ് ധ്യായതോ വിഷയാൻ പുംസക, ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, സംഘസ്തേഷു ഉപജായതേ, സംഘമുണ്ടാകും നമുക്ക്. അത് കിട്ടണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. സംഘാത് സഞ്ജായതേ കാമഹ, സംഘത്തെ കൊണ്ട് അത് കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുമ്പോൾ ആ വിഷയങ്ങൾ കിട്ടിയേ തീരൂ എന്നുള്ളൊരു നിർബന്ധമുണ്ടാകും. അതാണ് കാമം. കാമം എന്ന് പറഞ്ഞാൽ വെറുതെ ആഗ്രഹം, വെറും ആഗ്രഹങ്ങളല്ല എന്നർത്ഥം. അത് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം, അതാണ് ആദ്യത്തെ എന്താണ് റീഇൻഫോഴ്സ്മെന്റ്. കുറച്ചുകൂടെ റീഇൻഫോഴ്സ്മെന്റ് നടത്തുന്നതാണ് കാമം. അതായത് കിട്ടാതെ പറ്റത്തില്ല എന്നുള്ളത്, അതാണ് കാമം. കാമാത് ക്രോധോഭിജായത്, കിട്ടാതെ പറ്റത്തില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ക്ഷോഭം ഉണ്ടാകും, ഒരു ക്രോധം ഉണ്ടാവും, ദേഷ്യമൊക്കെ വരും. ദേഷ്യം വരുമ്പോൾ എന്താണ്? ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കാതെ, എന്ന് വെച്ചാൽ ആ കൂടെ ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ വരും. അതാണ് സമ്മോഹം. സമ്മോഹാത് സ്മൃതി വിഭ്രമക, ഓർമ്മ നശിച്ചു പോകും സമ്മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ആ കൂടെ ഒരു കൺഫ്യൂഷനാണ്, അതാണ് സമ്മോഹം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നീ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും നിനക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാണല്ലോ, നമ്മൾ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടല്ലോ, ഉള്ളിൽ കരുതി വെച്ചിട്ടുണ്ട്. ഏതാണ്? ഓരോ സമയത്തും ഓരോരുത്തരും നിലപാട് സ്വീകരിക്കേണ്ടത്, ഓരോ സമയത്തും പ്രവർത്തിക്കേണ്ടത്, എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത്, അതൊക്കെ അങ്ങ് മറന്നു പോകും. അതൊക്കെ മറന്നിട്ട് നീ ക്ഷോഭത്തോടുകൂടി ക്രോധാവേശിതനായി നീ പെരുമാറാൻ തുടങ്ങും. സ്മൃതി ഭ്രംശാത് ബുദ്ധി നാശു. അപ്പം നിനക്ക്
വിവേകബുദ്ധി ഇല്ലാതാകും. അങ്ങനെ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പം നോക്കണം, ഒരാൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് ഇല്ലെങ്കിൽ, അവന് ഉള്ളിൽ കാമങ്ങളുണ്ടെങ്കിൽ അവൻ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കാമങ്ങളുള്ളവന് എൻ്റെ അവസാനമാണിത്. അതായത് അവൻ നശിക്കുകയാണ്. അവൻ്റെ അവന് ക്രോധമുണ്ടാകും, ക്രോധം സമ്മോഹമായിട്ട് മാറും, സമ്മോഹം സ്മൃതി ഭ്രംശമായിട്ട് മാറും, അത് ബുദ്ധിനാശത്തിലേക്ക് പോകും. പിന്നെ ആ ബുദ്ധിനാശത്തോടുകൂടി അവൻ നശിക്കുകയും ചെയ്യും. ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള നാശമാണ് നീ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിനക്ക് പറ്റുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തിനാണ്? നിനക്ക് കാമങ്ങളെ ഒഴിവാക്കാനാണ്, കാമങ്ങളുടെ സ്വാധീനത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്. കാമങ്ങളെ സ്വാധീനം ഒഴിച്ചു നിർത്തി നിന്റെ ബുദ്ധി അചഞ്ചലമായാൽ നിനക്ക് യോഗത്തെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. യോഗമാണ് കർമ്മസു കൗശലം. കർമ്മം ചെയ്യുന്നതിലെ കൗശലം, സാമർഥ്യം യോഗമാണ്. അതുണ്ടെങ്കിലേ നിനക്ക് ഭാരമില്ലാതെ, ഭയമില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ റൂട്ട്. അപ്പം അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ അതിനാൽ ആരാണോ ബുദ്ധി ഈ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ ആർക്കാണോ കഴിയുന്നത്, അയാൾക്ക് ഒരു ശാന്തി ലഭിക്കും. ആ ശാന്തിയിലേക്കാണ് മുനിമാർ, അതായത് ആത്മസംയമനം നേടിയ മുനിമാർ, ആ ശാന്തിയിലേക്കാണ് അവർ പോകുന്നത്. മറ്റുള്ളവർക്ക് അതിലേക്ക് പോകാൻ പറ്റത്തില്ല. അതായത് മറ്റുള്ളവർ കാമങ്ങളിലേക്ക് പോകുന്നു. ആ കാമങ്ങളിലേക്ക് മുനിമാർ കണ്ണടച്ചിരിക്കുന്നത്. അവർക്കത് അവർ അതിലേക്ക് പ്രവേശിക്കുന്നത് അവർക്കത് ഇരുട്ടായിട്ടാണ് അവർ കാണുന്നത്. നമ്മൾക്ക് വെളിച്ചമായിട്ട് കാണുന്നത്, കാമങ്ങളാണ് നമുക്ക് വെളിച്ചം. അതേസമയം മുനിമാർക്ക് സംയമനമാണ് വെളിച്ചം, അവരതിലേക്ക് പോകുന്നു. പക്ഷെ നമുക്കത് ഇരുട്ടായിട്ട്, നമുക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾ അങ്ങോട്ട് പോകത്തില്ല, കയറത്തില്ല, നോക്കത്തില്ല, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം അതാണ് യാ നിശ സർവഭൂതാനാം, സർവഭൂതങ്ങൾക്കും നിശയായിട്ടിരിക്കുന്ന, ഇരുളായിട്ടിരിക്കുന്ന എന്തോ, തസ്യാം ജാഗർത്തി സംയമിയായിട്ടുള്ള ആൾ അവിടെ ഉണർന്നിരിക്കും. യസ്യാം ജാഗ്രതി ഭൂതാനി, എവിടെയാണ് ഭൂതങ്ങൾ ഉണർന്നിരിക്കുന്നത്, സാ നിശ പശ്യതോ മുനേഹെ, മുനിമാർക്ക് അത് നിശയായിട്ടാണ് തോന്നുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ആത്മസംയമനം പാലിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ വശത്തിൽ ചെന്ന് പെടാൻ പാടില്ല. ഇതാണ് ഇത് രണ്ട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ അതിൻ്റെ പാപമേൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, യോഗബുദ്ധി വേണം. യോഗബുദ്ധിയിൽ നിന്ന് നമ്മൾ യോഗബുദ്ധിയിൽ നിന്ന് നമ്മൾ മോചിതരാകും. പാപമില്ലാതെ, പാപരഹിതരമായി, പാപമേൽക്കാതെ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ യോഗബുദ്ധി വേണം. യോഗബുദ്ധി വേണമെങ്കിൽ എന്തെല്ലാം വേണമെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത്. ഇത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നുള്ളത് വരെ കാമങ്ങളെ ഉപേക്ഷിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ കാമങ്ങളെ കാമങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. ഇത് വിഹായ കാമാൻ സർവാൻ ഉമാംശരതി നിസ്പൃഹ. ഇങ്ങനെ കാമങ്ങളെ ഉപേക്ഷിച്ച് ഏത് മനുഷ്യൻ നിസ്പൃഹനായിട്ടിരിക്കുന്നു, അതായത് ഇനി ഒന്നിലും ആഗ്രഹമില്ലാതെ നിൽക്കുന്ന അവൻ നിരഹങ്കാരനായി നിർമ്മമനായി ശാന്തിയെ പ്രാപിക്കും. അവസാനം നമ്മൾ ചെന്നെത്തുന്ന എവിടെയാണ്? ശാന്തിയെ പ്രാപിക്കുക. ഈ കാമങ്ങളൊക്കെ ഒഴിവാക്കിയാൽ അവൻ അമരനായി തീരുമെന്നാണ് കഠോപനിഷത്ത് ഉപദേശിക്കുന്നത്. 6:14, 6:15 മന്ത്രങ്ങൾ കഠോപനിഷത്ത് അതാണ് ഉപദേശിക്കുന്നത്. വേറെ ചില ഉപനിഷത്തുകളും അത് തന്നെ പറയുന്നുണ്ട്. കാമങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചുകളെ, ഹൃദയത്തിലെ കാമങ്ങളുടെ ഗ്രന്ഥികളെ, കെട്ടുകളെ അഴിച്ചു കളയുക, നിങ്ങൾ ഇവിടെ തന്നെ അമരത്വം പ്രാപിക്കും. ഇതൊക്കെയാണ് കഠോപനിഷത്ത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കാമങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ, ഗീത ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അവസാനം 2:71, 2:72 ശ്ലോകങ്ങളാണ് ഗീതയിലുള്ളത്. ഗീതയിലെ 2-ാം അധ്യായത്തിലുള്ളത്. 2:71 ആണ് ഇങ്ങനെ പറയുന്നത്: കാമങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഏത് നിസ്പൃഹനായി, വേറെ ഒന്നും ആഗ്രഹിക്കാതെ ഏത് മനുഷ്യൻ ജീവിക്കുന്നു അവൻ നിർമ്മമനായി നിരഹങ്കാരനായി ശാന്തിയെ പ്രാപിക്കും. ഇതാണ് സ്ഥിതി. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് 2-ാം അധ്യായം
നമ്മളോട് പറയുന്നത്, നമ്മൾ അർജുനെ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്. കാമങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ടും തലയിൽ പേറി നടക്കുകയാണെങ്കിൽ നമുക്കൊരു തരത്തിലും ശാന്തി ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ മറ്റു പലരും പറയുന്ന പോലെ അത് ചെയ്യാനും ഇത് ചെയ്യാനും നമ്മൾ ഓടി നടക്കും. ഓരോ ഉള്ള അമ്പലങ്ങളിലെല്ലാം പോകും. അവിടെ ഉള്ള ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ നേർച്ചകളും നമ്മൾ നേരും. അപ്പോൾ എന്നിട്ട് നമ്മൾ നേടുന്നത് എന്താണ്? ശാന്തി കിട്ടുമോ? ഒരിടത്ത് പോയി നേർച്ചയൊക്കെ നേർന്നു, ഒന്നും ലഭിച്ചില്ല. വേറെ ഒരിടത്ത് പോയി അതിനേക്കാൾ വലിയ സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോയി മെഡിക്കൽ കോളേജിൽ പോകുന്നത് പോലെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഉള്ള തീർത്ഥസ്ഥലങ്ങളിലെല്ലാം പോകുന്നു, ഒരു ശാന്തിയും കിട്ടത്തില്ല. നിങ്ങൾക്ക് കർമ്മങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അത് പാപബന്ധിതരാക്കാതിരിക്കാൻ നിങ്ങൾ കർമ്മയോഗം അനുഷ്ഠിക്കണം. കർമ്മബുദ്ധി അനുസരിച്ച് വേണം, യോഗബുദ്ധി അനുസരിച്ച് വേണം നിങ്ങൾ കർമ്മം ചെയ്യാൻ. അതേ നിങ്ങൾക്ക് ചിരമായിട്ടുള്ള ശാന്തി നൽകുകയുള്ളൂ. അതാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് അർജുനനോട് പറയുന്നു, നീ ഈ രീതിയിൽ, ഞാൻ പറഞ്ഞ ഈ രീതിയിൽ അങ്ങ് കർമ്മം ചെയ്താൽ മതി. നിനക്കൊരു പാപബന്ധനവും ഉണ്ടാകത്തില്ല, പാപഭയം നിനക്ക് വേണ്ട. അതുകൊണ്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ അർജുന എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ 2 ചോദ്യങ്ങൾക്കും 2 സംശയങ്ങൾക്കും ശ്രീകൃഷ്ണൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി അർജുനൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളിലുള്ള വിശദീകരണങ്ങളാണ് പിന്നെ വരുന്നത്. അതിലെ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടന്നു പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഗുണമേ ഉണ്ടാവുകയുള്ളൂ, ദോഷമുണ്ടാകത്തില്ല. നന്ദി, നമസ്കാരം.